നല്ല രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ജിദ്ദ പാർക്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു മാളാണ്. പടം നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ലാഗില്ലാതെ ആയിരിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നോക്കാം. 3rd ഫ്ലോറിലാണ്. 3 o'clock ആയതുകൊണ്ട് ഇവിടെ നല്ല ആൾ കുറവുണ്ട്, തിരക്ക് കുറവുണ്ട്. ഇപ്പം ഏത് ഫ്ലോറിൽ നോക്കിയാലും ആളുകൾ വളരെ കുറവാണ്. വോക്സ് തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ടല്ല എടുത്തത്, ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ ഷാരൂഖ് ഖാൻ്റെ പിക്ചറൊക്കെ ഉണ്ട്. ഷാരൂഖ് ഖാൻ്റെ പിക്ചർ, ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം, ഇവിടെ ഫുഡ് എടുക്കാനുള്ള സംവിധാനം, ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലം, ടിക്കറ്റ് കൗണ്ടേഴ്സ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇവിടെയാണ് നമ്മൾ താങ്കലാൻ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നിയത് ഒരു BC കാലഘട്ടത്തിൽ, അതായത് ബൗദ്ധ കാലഘട്ടത്തിൽ, ആ കാലഘട്ടവും പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന, അതായത് ഒരു ചരിത്രവും ഒരു വിശ്വാസങ്ങളും പല രീതിയിലുള്ള ഒരു സങ്കല്പങ്ങളും ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം പുരോഗമിക്കുന്നത്. നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ്. പാർവതി തിരുവോത്തിൻ്റെ ആക്ടിങ് പറയേണ്ടതില്ല, വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ടെക്നീഷ്യൻസും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആനിമേഷനൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. നല്ലൊരു മൂവിയായിരുന്നു. മാത്രമല്ല അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനും വ്യത്യസ്തമായ രീതിയിലാണ് ക്ലൈമാക്സ് വരുന്നത്. അടിപൊളി ക്ലൈമാക്സ് ആണ്, സൂപ്പർ ക്ലൈമാക്സ് ആണ്. പിന്നീട് തെങ്കളനിൽ നമുക്ക് പറയാനുള്ളത് ഡിയാൻ വിക്രത്തിൻ്റെയും മാളവിക മോഹനൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പാർവതി തിരുവോത്തിൻ്റെയും ഒക്കെ കരിയർ ബെസ്റ്റ് ഫിലിമാണ്. ഇൻഡിജിനിയസ് ജനതയുടെ അല്ലെങ്കിൽ തദ്ദേശീയ ജനതയുടെ ഒരു രാഷ്ട്രീയം അതിൻ്റെ അത് പറയുന്നുണ്ട്. അതത്ര വലിയ കാര്യമായിട്ട് രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. നല്ല ഒരു മൂവിയാണ് പാരഞ്ജിത്തിൻ്റെ ഒരുക്കിയിരിക്കുന്നത്. നല്ല ഗ്രാഫിക്സ്, നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സബ്ജക്റ്റ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ മൂവി ആയിട്ടാണ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ KGF ഫിലിം കണ്ടതാണല്ലോ. അപ്പം KGF ഫിലിംസിൻ്റെ ആ ഒരു ഗോൾഡ് മൈന് എങ്ങനെയാണ് അത് കണ്ടെത്തിയത്, ആ ഗോൾഡ് മൈന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് അതിൻ്റെ തിരക്കഥ ആയിക്കോട്ടെ, അതിൻ്റെ മ്യൂസിക്, അതിൽ ഇൻഡിജിനിയസ് ലീഡറായിട്ട് വരുന്ന നമ്മുടെ മലയാളി നടി ഉണ്ട്. കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ, വളരെ പവർഫുള്ളാണ്. ഒരു മിത്തും ഒരു ഹിസ്റ്ററിയും കൂടെ ബേസ് ചെയ്തുള്ള ഒരു രീതിയിലാണ് അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അത് 2 കാലഘട്ടത്തിലാണ്. ഒന്ന് ഒരു ബൗദ്ധ കാലഘട്ടത്തിലും അതിന് ശേഷമുള്ള ഒരു അശോക ചക്രവർത്തിയുടെ ഒരു BC കാലഘട്ടമായിരിക്കുമല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഒരു ഹിസ്റ്ററിയെ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലേക്ക് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റാണ് ഇത് നൽകിയിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഫിലിം. നിങ്ങൾ പോയി കാണുക, തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. ഇത് OTT കണ്ടു കഴിഞ്ഞാൽ അത്ര രസം നമുക്ക് തോന്നാൻ ചാൻസ് ഇല്ല. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. നല്ല ഒരു മൂവിയാണ്. ജിദ്ദയിൽ അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, മലയാളികളും തമിഴരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഈ ഫിലിം ഇപ്പോൾ കാണുന്നുണ്ട്. എല്ലാവരും പോയി കാണുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും നമസ്കാരം.